പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 21 ഞായർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൂട്ട നിറച്ചെടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 27 വരെയുള്ളതായ വചനഭാഗം നമ്മെ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മഹത്വത്തിലേക്കും ശക്തിയിലേക്കും നയിക്കും. 5000 പേരെ 5 അപ്പം കൊണ്ടും 2 മീൻ കൊണ്ടും പോഷിപ്പിച്ച അത്ഭുതവും, കൊടുങ്കാറ്റിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന കർത്താവിൻ്റെ മഹിമയും ഈ ഭാഗത്ത് നാം കാണുന്നു. ഈ വചനം നമ്മെ 2 വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, ക്രിസ്തു സാന്നിധ്യം അസാധ്യതകളെ സാധ്യമാക്കുന്നു എന്നതാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ മുൻപിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചു. സന്ധ്യയായി, ആളുകൾ അനേകം, ഭക്ഷണം ഒന്നുമില്ല. അവരുടെ കണക്കൂട്ടലുകൾ പ്രകാരം ഈ ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുക അസാധ്യമായിരുന്നു. എന്നാൽ യേശു ചോദിച്ചത് അവർക്കില്ലാത്തതിനെക്കുറിച്ചല്ല, ഉണ്ടായിരുന്നതിനെക്കുറിച്ച്. നിങ്ങളുടെ കൈവശം എന്തുണ്ട്? 5 അപ്പം 2 മീൻ. മനുഷ്യന്റെ കണ്ണിൽ അത് വളരെ ചെറുതായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ കൈകളിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ആയിരങ്ങൾക്കുള്ള അനുഗ്രഹമായി മാറി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നു. പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇവയെല്ലാം കണ്ടിട്ട് ഇനി വഴിയില്ല എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ അവസാന വാക്ക് ദൈവത്തിൻ്റെ തുടക്കമായി മാറുന്നു. നമുക്കറിയാം, ചെങ്കടലിൻ്റെ മുൻപിൽ വഴിയില്ലാതെ ഇരുന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നവനാണ്. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പരിമിതികളെ അവൻ്റെ സർവശക്തിയുടെ കീഴിൽ സമർപ്പിക്കുക. കാരണം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റും. രണ്ടാമതായിട്ട് വേദഭാഗം സൂചിപ്പിക്കുന്നു, ക്രിസ്തു സാന്നിധ്യം തൃപ്തിയുടെ അനുഭവം സമ്മാനിക്കുന്നു എന്ന്. അത്ഭുതത്തിൻ്റെ അവസാന വചനം പറയുന്നു, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. എല്ലാവരും ഭക്ഷിച്ചു എന്നത് മാത്രമല്ല, തൃപ്തരായി എന്നാണ് വചനം സൂചിപ്പിക്കുന്നത്. ഈ ലോകം മനുഷ്യന് പലതും നൽകുന്നു, പക്ഷെ യഥാർത്ഥ തൃപ്തി നൽകുന്നില്ല. ധനം വർദ്ധിക്കുമ്പോൾ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ ഉയരങ്ങൾ തേടുന്നു. മനുഷ്യഹൃദയം പലതുകൊണ്ടും നിറയുന്നത് പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ ഒരു ശൂന്യത ബാക്കിയാണ്. കാരണം മനുഷ്യഹൃദയം ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ അതിന് പൂർണ്ണതയില്ല. 5 അപ്പം കൊണ്ട് 2 മീൻ കൊണ്ടും യേശു ജനക്കൂട്ടത്തിൻ്റെ വിശപ്പ് മാറ്റി. എന്നാൽ അതിലും വലിയൊരു സത്യം അവിടെയുണ്ട്. യേശു ഭക്ഷണം മാത്രം നൽകിയില്ല, തൻ്റെ സാന്നിധ്യവും നൽകി. ആ സാന്നിധ്യമാണ് അവരെ തൃപ്തിപ്പെടുത്തിയത്. ഇത് അനേകം ആളുകൾ എല്ലാമുള്ളവരായി തോന്നുന്നു, പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല, ഹൃദയത്തിൽ സംതൃപ്തിയില്ല. എന്നാൽ ക്രിസ്തു ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും മനസ്സ് മാറും. പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും പ്രത്യാശ ഉദിക്കും. കണ്ണുനീരിനിടയിലും സമാധാനം ലഭിക്കും. ഇപ്പോൾ ഈ വചനഭാഗം ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ വിവരിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അസാധ്യതകൾ സാധ്യമാക്കുന്നു. വിശപ്പുള്ള ആത്മാവ് തൃപ്തിയാകുന്നു. ഭയപ്പെട്ട ഹൃദയങ്ങളിൽ ധൈര്യം നിറയും. അതിനാൽ നമുക്കും നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കാരണം ക്രിസ്തു സാന്നിധ്യമുള്ളിടത്ത് അസാധ്യതകളില്ല. അവിടെ തൃപ്തിയുണ്ട്, സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്, വിജയമുണ്ട്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ എന്നും ആശ്വാസവും ശക്തിയും ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ധൈര്യവും പ്രത്യാശയും നൽകണമേ.
5 2 മീനും കൊണ്ട് ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തിയവനെ, ഞങ്ങളുടെ കുറവുകളെയും പരിമിതികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. ഞങ്ങളുടെ ജീവിതയാത്രയിലെ കൊടുങ്കാറ്റുകളിലും ഭയങ്ങളിലും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനത്താലും സന്തോഷത്താലും നിറയ്ക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.